കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ഒരു പഠന പദ്ധതി ആവിഷ്കരിച്ച് CPIM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഇതിനിടെ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. ഈ പഠന പദ്ധതിയിലെ ആദ്യത്തെ ക്ലാസ് എന്ന നിലയിൽ ലോകമാകെ ഇന്നും ശ്രദ്ധയോടെ വായിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന കൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ഞാനിവിടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്തെവിടെയുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ സാർവദേശീയ തലത്തിലായാലും ദേശീയ തലത്തിലായാലുമെല്ലാം ഓരോരോ ചരിത്ര ഘട്ടങ്ങളിലൂടെയാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനം തന്നെയും ഉയർന്നു വന്നിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രൂപം കൊള്ളുന്നതിന് നിരവധി വർഷക്കാലത്തെ നിരന്തരമായ പോരാട്ടങ്ങളും സമരങ്ങളും ആശയപരമായ വ്യക്തതയ്ക്കു വേണ്ടിയുള്ള ആശയസമരങ്ങളുമെല്ലാം വിവിധ രീതിയിൽ പ്രത്യേകിച്ച് യൂറോപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്താദ്യം വർഗ സമൂഹത്തിൽ പ്രത്യേകിച്ച് തൊഴിലാളി വർഗം വലിയ രീതിയിൽ ചൂഷണത്തിന് വിധേയപ്പെട്ട സന്ദർഭത്തിൽ പൊതുവായി ഉയർന്നു വന്ന ആദ്യത്തെ ഒരു പ്രതിഷേധം യന്ത്ര സാമഗ്രികളും ഫാക്ടറികളുമെല്ലാം തല്ലിപ്പൊളിക്കുക എന്നുള്ളതായിരുന്നു. ചൂഷണത്തെ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് നേരിടേണ്ടത് എന്നുള്ള പ്രശ്നം ഗൗരവപൂർവം ചർച്ച ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ചൂഷണത്തിനെതിരായ പ്രതികരണം എന്ന രീതിയിൽ തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒറ്റക്കും തെറ്റക്കും കൂട്ടായും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ആദ്യമൊക്കെ കട്ടുകൊണ്ടുപോവുക എന്നുള്ള നില ഉണ്ടായിരുന്നു. അത് വളരെ വളരെ മോശമാണ് സമൂഹത്തിൽ എന്ന അവബോധം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തല്ലിപ്പൊളിക്കുക എന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ചൂഷണത്തെ പ്രതിരോധിക്കാൻ, തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ഉതകുന്ന ഒന്നല്ല ഇത്തരം പ്രതികരണങ്ങളെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ തൊഴിലാളി വർഗം മനസ്സിലാക്കുകയായിരുന്നു. 1930കളുടെ ആദ്യം മുതൽ യൂറോപ്യൻ മേഖലയിൽ, യൂറോപ്യൻ വൻകരയിലാകെ പാരീസിലായാലും ജർമ്മനിയിലായാലും ബ്രിട്ടനിലായാലും ഒക്കെ ശക്തിയായ തൊഴിലാളികളുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും രൂപപ്പെട്ട് വരികയുണ്ടായി. ചില വിപ്ലവ സമരങ്ങൾ തന്നെ മുമ്പോട്ടേക്ക് കുതിക്കുകയുണ്ടായി. പക്ഷെ അതൊന്നും വിജയപൂർവമായ വിപ്ലവങ്ങളാക്കി രൂപപ്പെടുത്താനോ തങ്ങളുടെ ഉദ്ദേശം, ലക്ഷ്യം ഇതെല്ലാം സംബന്ധിച്ച് കൃത്യതയോടുകൂടി ശാസ്ത്രീയമായിട്ട് മുതലാളിത്തത്തെ പ്രതിരോധിക്കുന്നതിനോ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. 30കളുടെ ആദ്യം ആരംഭിച്ച ഇത്തരം സമരങ്ങളും പ്രക്ഷോഭങ്ങളുമെല്ലാം വലിയ അനുഭവമാണ് മാർക്സിനും എംഗൽസിനും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ മേഖലയിലെ പൊരുതുന്ന ശക്തികളോടൊപ്പം
നിൽക്കുന്ന ആളുകളിൽ ഉളവാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ലോകത്ത്, പ്രത്യേകിച്ച് യൂറോപ്യൻ മേഖലയിൽ ഉയർന്നു വന്ന തൊഴിലാളി വർഗത്തിൻ്റെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും പരാജയവും ഒക്കെ തന്നെ കൈമുതലാക്കിക്കൊണ്ട് ചില സംഘടിത പ്രസ്ഥാനങ്ങളും ശ്രമങ്ങളും ലോകത്ത് നടക്കുകയുണ്ടായി. ഈ സംഘടിതമായ ഒത്തുചേരൽ ഉണ്ടായി എന്ന് വന്നപ്പോഴാണ് ഫ്രഞ്ച് ഗവൺമെൻറ് 1834 ഇങ്ങനെ സംഘടിതമാകുന്നതിനെതിരായി, സംഘം ചേരുന്നതിനെതിരായി നിയമനിർമ്മാണം നടത്തുകയും ആ രീതിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി വിഭാഗങ്ങൾ, കൈത്തൊഴിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളി വിഭാഗങ്ങൾക്കെതിരായിട്ട് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ജർമ്മനിയിലെ ജർമ്മൻ ജനകീയ സഭ, ജനകീയ സഖ്യം എന്ന രീതിയിലാണ് അതിനെ അറിയുക. അതിൻ്റെ പേരങ്ങനെയായിരുന്നു, ജർമ്മൻ ജനകീയ സഖ്യം. അതിലൊരു വിഭാഗം അതിൽ നിന്ന് മാറി നേരത്തെ പറഞ്ഞ സംഘം ചേർന്ന് മുന്നോട്ടേക്ക് പരസ്യമായിട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് അവർ കൃത്യമായ ഒരു ഉത്തരം നൽകുകയുണ്ടായി. അത് മാക്കപ്പെട്ടവരുടെ എന്ന് പറഞ്ഞാൽ നിയമഭ്രഷ്ടരുടെ ലീഗ് എന്ന ഒരു സംഘടനക്ക് അവർ രൂപം നൽകി. നിയമഭ്രഷ്ടരുടെ ലീഗ് എന്ന് പറയുന്ന സംഘടന പരസ്യമായ പ്രവർത്തനത്തിനല്ല തീരുമാനിച്ചത്. ഒരു അണ്ടർഗ്രൗണ്ട് സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു സംഘടനാ പ്രവർത്തനമാണ് അവർ ഉദ്ദേശിച്ചത്. ഇങ്ങനെ സംഘടിതമായി നിയമവിധേയമാവാത്ത രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ 1836 ആ സംഘടനയിൽ ഭിന്നിപ്പുണ്ടാവുകയും ഒരു വിഭാഗം, ഒരു പ്രബലമായ വിഭാഗം നീതിമാന്മാരുടെ ലീഗ് എന്ന് പറയുന്ന ഒരു പുതിയ സംഘടനക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ 1936 തന്നെ അവരുടെ കൊടി അടയാളമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്വകാര്യ സ്വത്ത് സംവിധാനം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വകാര്യ സ്വത്ത് പൊതു ഉടമയിൽ കൊണ്ടുവരാൻ സാധിക്കണമെന്ന മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമെന്ന രീതിയിൽ യൂറോപ്പിൻ്റെ വിവിധ മേഖലയിൽ ഈ നീതിമാന്മാരുടെ ലീഗിൻ്റെ പ്രവർത്തനം സജീവമായി വരികയുണ്ടായി. ഈ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകുന്ന സന്ദർഭത്തിൽ തന്നെ യൂറോപ്പിൻ്റെ വിവിധ മേഖലയിൽ നിരവധിയായ ചിന്താധാരകൾ സജീവമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ സമാജം എന്ന് പറയുന്ന ഒരു സംവിധാനം നിരവധി സന്ദർഭങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന സംഘടനാ രൂപപ്പെടുത്തി. കത്തിടപാട് സംഘം എന്ന് പറയുന്ന സംഘവും യൂറോപ്പിൻ്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുകയുണ്ടായി. ശാസ്ത്രീയ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ
എന്ന് പറഞ്ഞാൽ മാർസും എംഗൽസും ഈ 1936 ശേഷമുള്ള സന്ദർഭങ്ങളിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നതോടുകൂടി ഈ നീതിമാന്മാരുടെ ലീഗിലെ സംഘടനാപരമായ രാഷ്ട്രീയമായ ധാരണ മാർസിൻ്റെയും എംഗൽസിൻ്റെയും കാഴ്ചപ്പാടിന് അനുസൃതമായ രീതിയിൽ മുന്നോട്ടേക്ക് വന്നു. അവരുടെ നിർദ്ദേശത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി തയ്യാറുള്ളൊരു നേതൃഘടകമായി ഈ നീതിമാന്മാരുടെ ലീഗിൻ്റെ നേതൃത്വനിരയാകെ മാറുന്ന സ്ഥിതി വന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇവരുമായിട്ട് നിരവധിയായ, ഞാൻ നേരത്തെ പറഞ്ഞ യൂറോപ്പിൻ്റെ വിവിധ മേഖലയിലുള്ള വിവിധ പേരുകളിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് മാർസും എംഗൽസും മുന്നോട്ടേക്ക് വെക്കുന്ന ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ, ശാസ്ത്രീയ കമ്മ്യൂണിസത്തിൻ്റെ നിലപാടുകൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് ഞങ്ങൾ പുനഃസംവിധാനം ചെയ്യുന്നതിന് വേണ്ടി, പുനഃസംഘടിക്കുന്നതിന് വേണ്ടി തയ്യാറാണ് എന്ന അവരുടെ നിഗമനത്തെ അടിസ്ഥാനപ്പെടുത്തി 1847 ഈ നീതിമാന്മാരുടെ ലീഗിൻ്റെ പേര് മാറ്റി കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന രീതിയിലുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ പുനഃസംഘടന എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നീതിമാന്മാരുടെ ലീഗിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അല്ല, അവരുടെ അഭിപ്രായങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മാർസും എംഗൽസും മുന്നോട്ടേക്ക് വെച്ച നിലപാടുകളെ അവർ സ്വയം അംഗീകരിച്ചുകൊണ്ട് തന്നെ നീതിമാന്മാരുടെ ലീഗ് എന്നതിൻ്റെ പേര് മാറ്റി കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന രീതിയിൽ പ്രവർത്തനം പുനഃസംഘടിപ്പിക്കണം എന്നുള്ള മാർസിൻ്റെയും എംഗൽസിൻ്റെയും നിലപാടിനോടൊപ്പം അവർ ചേരുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിൻ്റെ രണ്ടാമത്തെ സമ്മേളനം 1847 അവസാനം ചേർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ലീഗിന് ഒരു പരിപാടി തയ്യാറാക്കുന്നതിന് വേണ്ടി മാർസിനെയും എംഗൽസിനെയും ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെയാണ് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പുസ്തകം, ഇന്നത്തെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖ, ഇന്നത്തെ വിഷയമായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നത്. 1848 ഫെബ്രുവരിയിൽ ലിവർപൂൾ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു തെരുവാണ്. ആ തെരുവിലെ ഒരു ചെറിയ പ്രസ്സിൽ 23 പേജുള്ള ഒരു രേഖയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചത്. മാർസും എംഗൽസും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ആ രേഖ ലെനിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വയം അറിയാനും സ്വന്തം വർഗത്തെക്കുറിച്ച് സ്വയബോധം ഉള്ളവരാവാനും അവർ തൊഴിലാളി വർഗത്തെ പഠിപ്പിച്ചു. സ്വപ്നങ്ങളുടെ സ്ഥാനത്ത് അവർ ശാസ്ത്രത്തെ അവരോധിച്ചു എന്ന് പറഞ്ഞാൽ അന്നത്തെ സാങ്കല്പിക സോഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ബൂർഷ്വാ പണ്ഡിതന്മാർ, ഫുഡൽ സോഷ്യലിസ്റ്റുകൾ, ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റുകൾ, അങ്ങനെ നിരവധി പേരുകളിലുള്ള സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങളുണ്ടായിരുന്നു ലോകത്ത്. അതിൻ്റെ ഇടയിലാണ് തികച്ചും ശാസ്ത്രീയമായ നിലപാടുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ തൊഴിലാളി വർഗത്തിന് വ്യക്തമായിട്ടുള്ള ഒരായുധം, വിപ്ലവ ശക്തികൾക്കുള്ള ഒരായുധം
നൽകുകയാണ് മാർക്സും എംഗൽസും ആദ്യത്തെ സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിർവഹിച്ചത്. കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ സാർവദേശീയ സംഘടന. ജനാധിപത്യ കേന്ദ്രീകൃതമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് സംഘടന അതിൻ്റെ നിയമാവലി തയ്യാറാക്കിയത്. ആ രീതിയിൽ ലോകത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് അതിൻ്റെ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്രം, ദർശനം, അതുപോലെ പ്രായോഗികമായ പ്രവർത്തനങ്ങളും കൂട്ടി ഇണക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നാളിതുവരെയുള്ള ചരിത്രം വർഗസമരത്തിൻ്റെതാണ് എന്ന് മാർക്സും എംഗൽസും ചൂണ്ടിക്കാണിച്ചു. മാർക്സ് എഴുതിയ, അല്ലെങ്കിൽ എംഗൽസും മാർക്സും കൂടി ചേർന്ന് എഴുതിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സും എംഗൽസും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മാർക്സിൻ്റെ ദാർശനിക നിലപാടുകൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദ സമീപനം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന പ്രപഞ്ചവീക്ഷണത്തെ സാമൂഹ്യ വികാസഘട്ടങ്ങളിലേക്ക്, ചരിത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ ലഭിക്കുന്ന ചരിത്രപരമായ ഭൗതികവാദം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിൻ്റെ ആയുധമാക്കാനാവുന്ന ആ ഭാഗം മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ബ്രസലിൽ രണ്ടുപേരും ചേർന്നപ്പോൾ 1945-46 കാലഘട്ടം, 46-ലാണ് ഇത് പൂർത്തീകരിച്ചത്. ഒരു പ്രപഞ്ച വീക്ഷണം, ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹിക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രാവബോധം രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി ദാർശനികമായി. ജർമ്മൻ ഐഡിയോളജി എന്ന ആ പുസ്തകം നേരത്തെ പറഞ്ഞ 45-46 എഴുതപ്പെട്ടെങ്കിലും, 46ഓടുകൂടി പൂർത്തിയാക്കപ്പെട്ടെങ്കിലും ബ്രസലിലാണ് രണ്ടുപേരും ഇരുന്ന് ഈ പുസ്തകം തയ്യാറാക്കിയത്. അത് കേവലമായ ഒരു പാഠപുസ്തകം പോലെയുള്ള ഒരു പുസ്തകം മാത്രമായിരുന്നില്ല. അത് സോവിയറ്റ് റഷ്യ രൂപപ്പെട്ടതിന് ശേഷമാണ് പ്രസിദ്ധീകരിച്ചത്. അതുവരെ പ്രസിദ്ധീകരിക്കാൻ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ മാർക്സ് അതിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വയംബോധം രൂപപ്പെടുത്താൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ കഴിഞ്ഞ ഒന്നാണ് ജർമ്മൻ ഐഡിയോളജി എന്ന ആ പുസ്തകം. അതിലാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രപഞ്ച വീക്ഷണമായ വൈരുദ്ധ്യാത്മക ഭൗതികവാദ നിലപാട്, വൈരുദ്ധ്യാത്മകതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ വർഗസമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ എല്ലാം തന്നെ മാർക്സ് എംഗൽസും അവതരിപ്പിച്ചത്. അപ്പോൾ ജർമ്മൻ ഐഡിയോളജി കമ്മ്യൂണിസ്റ്റ് ലീഗിന് മുമ്പ് തന്നെ 1845-46 ആകുമ്പോഴേക്ക് തന്നെ 2 വർഷം മുമ്പ് തന്നെ സ്വയംബോധത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിച്ചു എന്ന് കൃത്യമായിട്ട് മാർക്സ് തന്നെ അവകാശം ഉന്നയിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട് ഈ ദാർശനിക പദ്ധതിയിൽ നിന്നുകൊണ്ടാണ് തയ്യാറാക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 4 അധ്യായങ്ങളായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നമുക്ക് വായിക്കാനാവുക. അതിൽ 1ഉം 2ഉം അധ്യായങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ തലത്തിൽ, ദാർശനികമായ തലത്തിൽ, അർത്ഥശാസ്ത്ര തലത്തിൽ ഒക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. 3-ാമത്തതും 4-ാമത്തതും ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റുകൾക്ക് ആശയപരമായിട്ടുള്ള മറുപടി പറയുന്ന നിലപാടാണ്. 4-ാമത്തത്
വിവിധ രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ മറ്റ് ജനാധിപത്യ ഇടതുപക്ഷ പാർട്ടികളുമായിട്ട് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാനാവും എന്നുള്ള കാര്യമാണ്. അത് വളരെ വളരെ ചെറിയ 2 അധ്യായങ്ങളാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ കാഴ്ചപ്പാടുകൾ മുഴുവൻ മുന്നോട്ടേക്ക് വെക്കുന്ന 2 പ്രധാനപ്പെട്ട അധ്യായം 1ഉം 2ഉമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവതരിപ്പിക്കുന്ന ആ ഘട്ടം വരെയുള്ള മാർക്സത്തെ കൃത്യമായിട്ട് പ്രദാനം ചെയ്യുന്നതാണ് എന്ന് ലെനിൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ പറ്റി പറയുന്നത് വളരെ അർത്ഥവത്താണ്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സും എംഗൽസും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതെന്താണ് എന്ന് പിന്നീട് അവർ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് പ്രസിദ്ധീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ മുഖവരിയുടെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ള കുറിപ്പുകളിൽ എംഗൽസ് ആയാലും മാർക്സ് ആയാലും ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, നാളിതുവരെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം വർഗസമരത്തിൻ്റെതാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ ആദ്യ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗം. പക്ഷേ 1864 കഴിഞ്ഞപ്പോൾ മോർഗൻ്റെ തിയറി, അതുൾപ്പെടെയുള്ള നിരവധി ചിന്തകന്മാരുടെ പുതിയ പുതിയ കണ്ടെത്തലുകൾ ലോകത്തുയർന്നു വന്നപ്പോൾ പ്രാചീന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ വന്നു. അതുകൊണ്ടാണ് പിന്നീട് 1888 എംഗൽസ് തന്നെ എഴുതിയ കുറിപ്പിൽ പറഞ്ഞു, പ്രാചീന സമൂഹത്തെ സംബന്ധിച്ചുള്ള പുതിയ കണ്ടെത്തലിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളുടെ പരാമർശം എഴുതപ്പെട്ട ചരിത്രം എന്ന രീതിയിൽ അത് മാറ്റി. ഇപ്പോൾ മാറ്റത്തിന് വിധേയമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, മാറാത്തത് മാറ്റം മാത്രമാണ്. മാർക്സ് നല്ലതുപോലെ കൃത്യതയോടുകൂടി അവതരിപ്പിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ നിലവിലുള്ള എല്ലാ ദാർശനികരും ചെയ്തത് സമൂഹത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സമൂഹത്തെ മാറ്റി തീർക്കുക എന്ന ചുമതലയാണ് നിർവഹിക്കാനുള്ളത് എന്ന് ദാർശനികമായിട്ട് ആദ്യം പറഞ്ഞത് മാർക്സും എംഗൽസുമാണ്. അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ജർമ്മൻ ഐഡിയോളജി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പുതിയ ദർശനത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. മുതലാളിത്ത സമൂഹത്തെ സംബന്ധിച്ചാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത്. മുതലാളിത്ത സമൂഹത്തിന് അതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സന്ദർഭത്തിൽ അവർ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് 1789 സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മുദ്രാവാക്യം ഉജ്ജ്വലമായ മുദ്രാവാക്യങ്ങളാണ്. ഫ്യൂഡൽ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി, ഭൂപ്രഭുത്വത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി, അതിനെ നേരിടുന്നതിന്, തകർക്കുന്നതിന് വിപ്ലവകരമായ മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ച്, സുന്ദരമായ മുദ്രാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ച്, ആ മുദ്രാവാക്യത്തിന് പിന്നിൽ തൊഴിലാളി വർഗത്തെ തന്നെ അണിനിരത്തിയിട്ടുണ്ട്. പോരാട്ടങ്ങളിൽ ജനങ്ങൾ അണിനിരന്നിട്ടുണ്ട്. ഭൂപ്രഭുത്വം അവസാനിക്കുകയും അതിൻ്റെ ചാരത്തിൽ മുതലാളിത്തം സജീവമായിട്ട് വളർന്നു വരികയും ചെയ്തപ്പോൾ ഈ പോരാട്ടത്തിൻ്റെ ഒപ്പം നിന്ന, ഈ ജനകീയ സമരങ്ങൾക്ക് ഒപ്പം തന്നെ അണിനിരന്ന അധ്വാനിക്കുന്ന വർഗത്തെയും ജനങ്ങളെയും അവർ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അറിയാം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു പുതിയ വിപ്ലവ തന്ത്രം, അതിനുതകുന്ന രീതിയിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ലോക തൊഴിലാളി വർഗം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിടത്തോളവും അതുവഴി സാമൂഹ്യ പരിവർത്തനം എന്നുള്ളത്
ഒരു സാങ്കല്പികമായിട്ട് മാത്രം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടതിന് പകരം ഒരു ശാസ്ത്രീയമായ അടിത്തറ രൂപം കൊള്ളുകയും ചെയ്തു, അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെയാണ് പുറത്തു വന്നത്. മുതലാളിത്തത്തിൻ്റെ എല്ലാ ശേഷിയെയും കഴിവിനെയും അതിൻ്റെ ലോകത്തെമ്പാടുമുള്ള അതിൻ്റെ വ്യാപ്തിയെയും വ്യാപനത്തിനുള്ള ശേഷിയെയും മൂലധന കേന്ദ്രീകരണത്തെയും സ്വകാര്യ സ്വത്തിൻ്റെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പന്നർ കൂടുതൽ സമ്പന്നരായിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തെയും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാർക്സും എംഗൽസും ശാസ്ത്രീയമായിട്ട് തെളിയിച്ചു, ശാസ്ത്രീയമായിട്ട് പറഞ്ഞു, ഈ ലോകത്ത് ഇതിനു മുമ്പ് വളരെ സജീവമായി രൂപപ്പെടുകയും എന്നാൽ പിന്നീട് നിഷ്ക്രമിക്കുകയും ചെയ്തിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥകളുണ്ട്. പ്രാകൃത കമ്മ്യൂണിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ വർഗവൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, വർഗങ്ങളേ ഉണ്ടായിരുന്നില്ല. വളരെ വളരെ പ്രാകൃതമായിരുന്നു മനുഷ്യൻ. അതൊരു എത്രയോ കാലം നീണ്ടുനിന്ന ഒരു പ്രക്രിയയാണ്. അടിമത്ത സാമൂഹ്യ വ്യവസ്ഥയാണ് വർഗവിഭജിതമായ ആദ്യത്തെ സാമൂഹ്യ വ്യവസ്ഥ. രണ്ട് വർഗങ്ങളായിട്ട് പിരിയുന്നു, അടിമയും ഉടമയും. ഭൂപ്രഭുത്വമാണ് രണ്ടാമത്തെ സാമൂഹ്യ വ്യവസ്ഥ. അടിമത്ത സാമൂഹ്യ വ്യവസ്ഥ എങ്ങനെയാണോ രൂപപ്പെട്ട് വളർന്നു വന്നത്, ആ സാമൂഹ്യ വ്യവസ്ഥ എങ്ങനെയാണോ ഇല്ലാതായത്, നിഷ്ക്രമിച്ചത്, അതുപോലെ ഭൂപ്രഭുത്വവും വളർന്നു വന്നു, ഒരു സുദീർഘകാലം നിലനിന്നു, അതിൻ്റെയും അവസാനമുണ്ടായി. അതിൻ്റെ ചാരത്തിൽ നിന്നാണ് മുതലാളിത്തം വളർന്നു വന്നിട്ടുള്ളത്. നമ്മളിപ്പോഴും പരിശോധിക്കുമ്പോൾ മുതലാളിത്തം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സാമൂഹ്യ വികാസഘട്ടങ്ങളെ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ സാമൂഹ്യ വികാസ ഘട്ടങ്ങളിലേക്ക് ഈ ചരിത്രപരമായ ഭൗതികവാദം എന്ന നിലയിൽ ഞാൻ ആദ്യം പറഞ്ഞ ദർശനത്തെ പ്രയോഗിക്കുമ്പോൾ ഈ മുതലാളിത്തവും തകരുക തന്നെ ചെയ്യും. മറ്റെല്ലാ സാമൂഹ്യ വ്യവസ്ഥകളും എങ്ങനെയാണോ തകർന്നു പോയത്, അതുപോലെ മുതലാളിത്തത്തിൻ്റെയും തകർച്ച അനിവാര്യമാണ്. തൊഴിലാളി വർഗം ഒരു പുതിയ സാമൂഹ്യ ശക്തിയായിട്ട് മാറും. ശാസ്ത്രീയ സോഷ്യലിസത്തിലേക്ക്, ശാസ്ത്രീയ കമ്മ്യൂണിസത്തിലേക്ക് ലോകം മാറും എന്ന ശാസ്ത്രം സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വെക്കാൻ മാർക്സിനും എംഗൽസിനും സാധിച്ചു. ശാസ്ത്രീയ സോഷ്യലിസത്തിലേക്ക്, ശാസ്ത്രീയ കമ്മ്യൂണിസത്തിലേക്ക് ലോകം മാറുമെന്ന മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും കാഴ്ചപ്പാട് സാങ്കല്പികമായിട്ട് മാത്രം സോഷ്യലിസത്തെ കാണുന്നവരുടെ മുമ്പിൽ ശാസ്ത്രീയമായ ഒരടിസ്ഥാനം രൂപപ്പെടുത്താൻ ഈ ദാർശനിക പദ്ധതിയിലൂടെ സാധിച്ചു. അങ്ങനെ സാമൂഹ്യശാസ്ത്രം മാർക്സത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് മുമ്പോട്ട് കുതിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചപ്പോൾ ഇതൊരു ഭാഗമാണ്. എങ്ങനെയാണ് ഈ ശക്തമത്തായിട്ട് നിലനിൽക്കുന്ന മുതലാളിത്ത സമൂഹത്തിൻ്റെ തകർച്ച അനിവാര്യമാകുക, അതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിയുന്ന വർഗം ഏതാണ് എന്നതിനെ സംബന്ധിച്ച് മാർക്സിനും എംഗൽസിനും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അത് തൊഴിലാളി വർഗമാണ്. സ്വകാര്യ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. സാമൂഹ്യമായ ഉൽപ്പാദനമാണ് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. എന്നാൽ സാമൂഹ്യമായ ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് വ്യക്തിഗതമായ സമ്പത്തിൻ്റെ കേന്ദ്രീകരണമായിട്ട് നടക്കുകയാണ്. ഈ മുതലാളിത്ത ഉൽപ്പാദന രീതി എന്തുകൊണ്ടാണ് ഓരോ ദിവസം കഴിയുന്തോറും മുതലാളിത്തത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നത്?
അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ കൃത്യമായിട്ട് മാർക്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാർക്സിയൻ ദർശനം ഒരു ശാസ്ത്രമാകുന്നത് പോലെ തന്നെ മാർക്സിയൻ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രൂപപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ തൊട്ടടുത്ത ഭാഗം എങ്ങനെയാണ് ചൂഷണം മുതലാളിത്തം നടത്തുന്നത്, ചൂഷണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, തൊഴിലാളി വർഗത്തെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ ചൂഷണ വ്യവസ്ഥ എപ്പോഴാണ് അവസാനിപ്പിക്കാനാവുക, ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം മാർക്സും എംഗൽസും വളരെ ചെറുതാണ് ഈ പുസ്തകമെങ്കിലും ഒരു ബൃഹത് പുസ്തകം പോലെ, ലെനിൻ തന്നെയാണ് അതും പറഞ്ഞത്, ഒരു ബൃഹത് പുസ്തകത്തിൻ്റെ സ്ഥാനം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിന് ഉള്ളത്. അതിൽ മുതലാളിത്തത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം എങ്ങനെയാണ്? അവർ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും നേരത്തെ പറഞ്ഞ പോലെയുള്ള നിരവധി കണ്ണഞ്ചിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളെല്ലാം ഉയർത്തിയിട്ടുണ്ടെങ്കിലും കഴുത്തറപ്പൻ മത്സരത്തിലൂടെ തൊഴിലാളി വർഗത്തെ, അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ വമ്പിച്ച രീതിയിലുള്ള ചൂഷണത്തിന് വിധേയപ്പെടുത്തുക. ഈ ചൂഷണത്തെ സംബന്ധിച്ചിടത്തോളം സാങ്കല്പിക സോഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റുകളൊക്കെ നിരന്തരം മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ശാസ്ത്രീയമായിട്ട് എവിടെയാണ് ഈ ചൂഷണം? ഇതാണ് പിന്നീട് മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൽ ഈ കാര്യം ഹ്രസ്വമായിട്ട് പറഞ്ഞു വെച്ചതിന് ശേഷം തൻ്റെ ഏറ്റവും പ്രസിദ്ധമായ മൂലധനത്തിൽ മാർക്സ് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് അവതരിച്ചു. അത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് മാർക്സും ശാസ്ത്രമാവുന്നത് പൂർണ്ണമായിട്ട്. അർത്ഥശാസ്ത്ര തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് മിച്ചമൂല്യ സിദ്ധാന്തം. എന്താ മിച്ചമൂല്യ സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചൂഷണം എവിടെയാണ് എന്നുള്ളതിന് കൃത്യമായ ഉത്തരമായി. അതുവരെ മുതലാളി കൂലി കൊടുക്കുന്നുണ്ട്, തൊഴിലാളി പണിയെടുക്കുന്നു, മുതലാളി കൂലി കൊടുക്കുന്നു. കൂലി കിട്ടുന്നതോടുകൂടി ഈ ഉൽപാദന വിതരണ ഘടനയിൽ തൊഴിലാളിക്ക് പിന്നെ വേറൊരു പങ്കും നിർവഹിക്കാനില്ല. അതെല്ലാം മുതലാളിയുടെ കയ്യിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അധ്വാനിക്കുന്നവൻ്റെ അധ്വാനം കൊള്ളയടിച്ചിട്ട് മിച്ചമൂല്യ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ മിച്ചമൂല്യം പൂർണ്ണമായി കൊയ്തെടുത്ത് അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം ദുരിതപൂർണമായ തലത്തിലേക്ക് മാറുകയും മുതലാളിമാർ സമ്പന്നന്മാരായി കൂടുതൽ കൂടുതൽ സമ്പന്നരായിട്ട് മാറുകയും ഇന്ന് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേരുന്ന സ്ഥിതി നമുക്ക് ലോകത്തെല്ലാം അറിയുന്നതാണ്, അമേരിക്കയുടെ സ്ഥിതി ഉൾപ്പെടെ. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് കടക്കാൻ സമയമില്ല എന്നുള്ളതുകൊണ്ട് കടക്കുന്നില്ല. ഇവിടെ വളരെ വ്യക്തതയോടുകൂടി മാർക്സ് പറഞ്ഞു, ചൂഷണ വ്യവസ്ഥ രണ്ട് വൻ വർഗങ്ങളെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിലെ ഇടക്കിടക്കുണ്ടാവുന്ന ഇതെല്ലാം മാറി രണ്ട് വൻ വർഗങ്ങൾ, തൊഴിലാളി വർഗവും അതുപോലെ തന്നെ ബൂർഷ്വാസി. ബൂർഷ്വാസി മൂലധന നിക്ഷേപം നടത്തി ഉൽപാദന ഉപകരണങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം തയ്യാറാക്കുകയാണ്. ആ ഉൽപാദന ഉപകരണത്തിൻ്റെ മേലെ ആവശ്യമുള്ള വിഷയവസ്തു, നമ്മൾ സാധാരണ റോ മെറ്റീരിയൽസ് എന്നാണ് പറയുക, അത് ശരിയായിട്ട് പറഞ്ഞാൽ വിഷയവസ്തുവാണ്. കാരണം അതിൽ കുറേ സംസ്കരിക്കപ്പെട്ടത് കൂടിയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ആ വിഷയവസ്തു ഉപയോഗിച്ച് അധ്വാനിക്കുന്ന തൊഴിലാളി അധ്വാന ശക്തി ഉപയോഗിച്ച് അധ്വാനിക്കുമ്പോഴാണ് ചരക്കുൽപാദനം നടക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് തൊഴിലാളിക്ക് കൂലി കൊടുത്തു. അങ്ങനെ കൂലി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളിയും ചരക്കും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് കൂലി? കൂലിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ധാരണ, നിരവധി ക്ലാസ്സുകളിൽ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് തന്നെ പറഞ്ഞ ഉത്തരം, കൂലി എന്ന് പറയുന്നത് അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ്. അധ്വാനത്തിൻ്റെ പ്രതിഫലമായ കൂലി തൊഴിലാളിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് പക്ഷേ പരമദയനീയമായ രീതിയിലാണ് ജീവിക്കുന്നത് സാഹചര്യം, ജീവിത സാഹചര്യം അങ്ങനെയാണ്. അതെന്തുകൊണ്ടാണ്?
മുതലാളിക്കാണെങ്കിൽ ഇഷ്ടം പോലെ പണം കുന്നുകൂടുക. അപ്പോൾ അധ്വാനത്തിൻ്റെ പ്രതിഫലമായ കൂലി എന്ന പ്രയോഗം തന്നെ തെറ്റ്. അധ്വാനിക്കാനുള്ള ശേഷി സ്വരൂപിക്കുന്നതിന് വേണ്ടിയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ മറ്റ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടൊരു കുടുംബത്തിന് ജീവിക്കേണ്ടി വരുന്ന, മരിക്കാതെ ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പൂർണ്ണമായ ജീവിതമൊന്നും കണക്കാക്കാൻ സാധിക്കില്ല. അപ്പോൾ മരിക്കാതെ ജീവിക്കാനാവശ്യമായ സാധന സാമഗ്രികൾ, പിന്നെ സേവനപരമായ മറ്റു കാര്യങ്ങൾ, അത്യാവശ്യ ആശുപത്രി, അതുപോലെ തന്നെ ഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിനുള്ള ആ സാധനങ്ങളുടെ വിലയാണ് യഥാർത്ഥത്തിൽ കൂലി. അതിപ്പോഴെല്ലാവർക്കും ഏതാണ്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം നിത്യോപയോഗ സാധനത്തിൻ്റെ വിലവർദ്ധനവ് കൂടുന്നതിനനുസരിച്ച്, വില വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ക്ഷാമബത്ത വർദ്ധനവിനെ പറ്റി ഇപ്പോഴെല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാവർക്കും ഇപ്പോൾ നന്നായിട്ട് ധാരണയുള്ളതാണ്. അപ്പോൾ അധ്വാനത്തിൻ്റെ പ്രതിഫലമല്ല, അധ്വാനിക്കാനുള്ള ശേഷി തിരിച്ചുപിടിക്കാനുള്ളതും സാമൂഹ്യ ജീവിത പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടതുമായ കരാറടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള വില മാത്രമാണ് കൂലി. അതിനപ്പുറം കൂലിയായിട്ട് ലഭിക്കില്ല. ഈ കൂലി വാങ്ങിയാൽ 8 മണിക്കൂർ, നിശ്ചയിക്കപ്പെടുന്ന 8 മണിക്കൂർ, ഇപ്പോഴൊക്കെ വീണ്ടും 12 മണിക്കൂറിലേക്കുള്ള യാത്രയാണ്. 8 മണിക്കൂർ അധ്വാനിക്കുന്നു. ഈ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് ചരക്കിൽ കലരുന്ന അധ്വാനം ഈ അധ്വാന ശേഷിക്ക് കിട്ടിയ കൂലിയേക്കാളും എത്രയോ കൂടുതലാണ്. ഈ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ചരക്കിൽ ഉൾച്ചേർന്നിട്ടുള്ള മൂല്യം കൂലിയുടെ മൂല്യത്തേക്കാൾ എത്രയോ കൂടുതലാണ്. അതുകൊണ്ടാണ് മുതലാളിത്ത ചക്രത്തിൽ പണം, ചരക്ക്, കൂടുതൽ പണം എന്ന തരത്തിലേക്ക് അവസാനം മുതലാളിയുടെ കയ്യിലെത്തുന്നത്. ലാഭം ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. എന്താണ് ലാഭം? വളരെ ചെറിയ ക്ലാസ് മുതലേ നമ്മളെല്ലാം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്താ? വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അന്തരം. 10,000 ഉറുപ്പ്യക്ക് ഒരു സാധനം വാങ്ങുന്നു, 10,500 വിൽക്കുന്നു, ലാഭമാണ്. 10,000 സാധനം വാങ്ങുന്നു, 9,500 വിൽക്കുന്നു, നഷ്ടമാണ്. ഇങ്ങനെയാണ് നഷ്ടവും ലാഭവും കണക്കാക്കുക. അത് മുതലാളിയുടെ ഒരു മിടുക്കാണെന്നാണ്, അല്ലെങ്കിൽ കച്ചവടക്കാരൻ്റെ ഒരു മിടുക്കാണെന്നാണ്. അല്ല, യഥാർത്ഥത്തിൽ കമ്പോളത്തിൽ ഒരു ചരക്ക് എത്തിച്ചേരുമ്പോൾ ആ ചരക്കിൻ്റെ മൂല്യത്തിൻ്റെ ചുറ്റുവട്ടത്തിലാണ് വില. അതല്പം കൂടുതലാവാം, കുറവാവാം. ആകെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വാങ്ങിയ വിലയും വിറ്റ വിലയും സമായിരിക്കും. ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്ക് കിടക്കുകയില്ല. ആകെയുള്ള ക്രയവിക്രയത്തെ പരിശോധിച്ച് നോക്കിയാൽ വാങ്ങിയ വിലയും വിറ്റ വിലയും സമായിരിക്കും. കാരണം ഒരു മാർക്കറ്റിൽ കുറവാണ്, മറ്റൊരു മാർക്കറ്റിൽ കൂടുതലായിരിക്കും. അത് സമമായിട്ട് മാറും മിക്കവാറും. അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് ഈ ലാഭം? മുതലാളിക്ക് ലഭിക്കുന്ന ലാഭത്തിൻ്റെ അടിസ്ഥാനം പിന്നെ എന്താണ്? ഒരു സംശയമില്ല, അത് ഉൽപാദനോപാധികളിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. എന്ന് പറഞ്ഞാൽ യന്ത്രസാമഗ്രികളും അതിൻ്റെ മേലെ വിൽക്കുന്ന വിഷയവസ്തുവും ഒരു പുതിയ മൂല്യവും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അധ്വാനിക്കാനുള്ള ശേഷി പുനർനിർമ്മിക്കാൻ ആവശ്യമായ കൂലി മാത്രം കൊടുത്ത് അധ്വാനിപ്പിച്ചപ്പോൾ ആ അധ്വാനം ചരക്കിൽ ഉൾച്ചേർന്നിരിക്കുന്നു, കലർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെയാണ് മൂല്യവർദ്ധിതമാകുന്നത്. അവിടെയാണ് മിച്ചമൂല്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ മിച്ചമൂല്യമാണ് മുതലാളിയുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത്. കരിഞ്ചന്ത നടത്തിയിട്ടല്ല. അതുപോലെ യഥാർത്ഥത്തിൽ പരിശോധിച്ച് നോക്കിയാൽ ഈ അധ്വാന ശക്തിയുടെ വില കൊടുത്ത് അധ്വാനിപ്പിച്ച് അധ്വാനത്തിൻ്റെ വില കൊള്ളയടിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ, അതാണ് മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ എന്താ പറഞ്ഞത്? നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി
ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥക്ക് രൂപം കൊടുക്കാൻ കഴിയുന്ന കരുത്തുറ്റ വർഗം തൊഴിലാളി വർഗ്ഗമാണ്. തൊഴിലാളി വർഗം സംഘടിതമാവുകയും രാഷ്ട്രീയമായ വ്യക്തതയോടുകൂടി മുമ്പോട്ടേക്ക് പോവുകയും ചെയ്താൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ അതിൻ്റെ ഉൽപ്പാദന വിതരണ ഘടനയാകെ മാറ്റിമറിക്കാൻ കഴിയും. എങ്ങനെയാണ് മാറ്റിമറിക്കുക? വളരെ ലളിതമാണ്. ഉൽപ്പാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ കൊള്ള നടത്താൻ മുതലാളിക്ക് സാധിക്കുന്നത്. അപ്പോൾ സാമൂഹ്യമായ ഉൽപ്പാദനവും വ്യക്തിഗതമായ സമ്പത്തിൻ്റെ കേന്ദ്രീകരണം എന്ന രീതിയിൽ സമ്പത്ത് മുഴുവൻ മുതലാളിയുടെ കയ്യിലേക്ക് കേന്ദ്രീകരിക്കാനാകുന്നു. അതുമാറി സാമൂഹ്യമായ ഉൽപ്പാദനവും സാമൂഹ്യമായ വിതരണം എന്ന രീതിയിൽ കാര്യങ്ങൾ സാമൂഹ്യ ഉടമസ്ഥതയിലുള്ള ഉൽപ്പാദനോപാധികൾ എന്ന രീതിയിൽ മാറുമ്പോൾ ചിത്രമാകെ മാറും. അതാണ് സോഷ്യലിസത്തിലേക്കുള്ള യാത്ര. ഈ സോഷ്യലിസത്തിലേക്കുള്ള യാത്ര എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് പറഞ്ഞത് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ സ്ഥാപിക്കണം എന്നാണ്. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് 1871 പാരീസ് കമ്മ്യൂൺ നടക്കുന്നത്. ആ പാരീസ് കമ്മ്യൂണിൽ തൊഴിലാളി വർഗം അധികാരം പിടിച്ചെടുത്തു. പക്ഷേ വളരെ വേഗം തന്നെ ആ അധികാരം തിരിച്ചു പിടിച്ചു ഭരണവർഗം, അല്ലെങ്കിൽ ബൂർഷ്വാസി. വലിയ രീതിയിലുള്ള പരാജയം പിന്നീട് ഏറ്റുവാങ്ങേണ്ടി വന്നു. വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റമായിരുന്നു ഉണ്ടായത്. അതിൽ പൂർണ്ണമായിട്ട് മാർക്സും എംഗൽസും സഹായിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ തന്നെ അതിൻ്റെ പിന്നിൽ അണിചേരാൻ ആഹ്വാനം ചെയ്തു. പക്ഷേ ആ പരാജയപ്പെട്ടപ്പോൾ മാർക്സും എംഗൽസും കൃത്യമായി 1871 അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പിന്നീട് എഴുതി, ഭരണം പിടിച്ചാൽ മാത്രം പോരാ, നിലവിലുള്ള ഭരണകൂട വ്യവസ്ഥയെ തകർക്കണം. പുതിയ ഒരു ഭരണകൂട സംവിധാനത്തിന് രൂപം കൊടുക്കാനാവണം. അപ്പോൾ നിലവിലുള്ളതിനെ അടിച്ചുടക്കാതെ അതിൻ്റെ മേലെ ഭരണം നടത്തുക എന്നുള്ളത് തൊഴിലാളി വർഗത്തിൻ്റെ വർഗഭരണം നടത്താനാവില്ല. ഇപ്പോൾ ഭരണകൂടത്തെ അടിച്ചുടച്ചൊരു പുതിയ ഭരണകൂടം സൃഷ്ടിക്കണം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വരുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നതാണ്. അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ആ മാറ്റമുണ്ടായത്. എല്ലാ അർത്ഥത്തിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രതിഭാസമാണെന്നും ആ സാമൂഹ്യ പ്രതിഭാസമായ വർഗവിഭജിത സമൂഹത്തിലെ വർഗസമരത്തെ ആർക്കും ഇല്ലാതാക്കാനാവില്ലെന്നും ആ വർഗസമരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിന് കൃത്യമായ രാഷ്ട്രീയ ദിശാബോധത്തോടെ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ മാറ്റി ഒരു പുതിയ ഭരണകൂട സംവിധാനത്തിന് രൂപം കൊടുത്താൽ മാത്രമേ, നിലവിലുള്ള ഭരണകൂട വ്യവസ്ഥയെ തകർത്തുകൊണ്ടൊരു പുതിയ സാമൂഹ്യ വ്യവസ്ഥക്ക് രൂപം കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തൊഴിലാളി വർഗത്തിൻ്റെ വർഗഭരണം നടത്താനാവുള്ളൂ എന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അടിവരയിട്ട് വ്യക്തമാക്കി. അപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ദാർശനികമായ കാഴ്ചപ്പാടും ചരിത്രപരമായ ഭൗതികവാദ സമീപനങ്ങളും അതിനടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു വരുന്ന വിപ്ലവങ്ങളും ഭരണകൂടത്തോടുള്ള നമ്മുടെ നിലപാടുകളും എല്ലാം കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തോട് നമുക്ക് നഷ്ടപ്പെടാൻ കൈച്ചങ്ങലകൾ മാത്രമാണ്, നേടിയെടുക്കാനുള്ളത് ഈ ലോകം മുഴുവനുമാണ്. അതുകൊണ്ട് സംഘടിക്കുക, ശക്തരാവുക, ഏകോപിതമായി മുന്നോട്ട് പോവുക എന്ന ആഹ്വാനം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ ഭാഗമായിട്ട് മാർക്സും എംഗൽസും മുഴക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ കാര്യം ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തിൻ്റെ യോജിപ്പ്, ഐക്യം, അതാണ് ഈ പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ട് അടിസ്ഥാനമായ ദർശനം എന്ന രീതിയിൽ, അതിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന രീതിയിൽ മാർക്സും എംഗൽസും മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രായോഗികമായ തലം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, എല്ലാ സാങ്കല്പിക സോഷ്യലിസ്റ്റുകൾക്കും മറുപടി പറഞ്ഞുകൊണ്ടാണ് മാർക്സും എംഗൽസും മുന്നോട്ടേക്ക് പോയത്. എല്ലാ സ്വപ്നതുല്യമായ കാര്യങ്ങൾക്കും പകരം
ശാസ്ത്രീയമായ ധാരണ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മാർക്സും എംഗൽസും മുന്നോട്ടേക്ക് പോയത്. ലോകത്തെമ്പാടും നടക്കുന്ന രാജ്യങ്ങളിലെ പോരാട്ടങ്ങളെ, സമരങ്ങളെ നമ്മൾ എങ്ങനെ കാണണം? കൃത്യമായ ധാരണയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിവിപുലമായ വിശാലമായ അർത്ഥത്തിൽ ഏത് സംഘടന എടുത്ത് പരിശോധിച്ച് നോക്കിയാലും സംഘടിത തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ യോജിച്ച് മുന്നോട്ടേക്ക് നയിക്കുക, സാമൂഹിക ചരിത്രത്തിൽ മനുഷ്യ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധ്യതയുള്ള പ്രാപ്തിയുള്ള ഏത് വിപ്ലവത്തിൻ്റെയും ഏത് പോരാട്ടത്തിൻ്റെയും ഒപ്പം കമ്മ്യൂണിസ്റ്റുകാർ ചേരുക, ദേശീയവും സാർവദേശീയവുമായ കാഴ്ചപ്പാടോടുകൂടി ഇത്തരം നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കേണ്ടതുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ, സമരങ്ങൾ ലോകത്തെമ്പാടും ഉയർന്നു വരുമ്പോൾ ആരുടെയെങ്കിലും കുത്തിത്തിരിപ്പ് കൊണ്ടുണ്ടാകുന്ന ഒന്നല്ലെന്നും ഇത് മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ട് വരുന്നതാണെന്നും ആ വിപ്ലവ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് ഈ പ്രതികൂലമായ പശ്ചാത്തലത്തിൽ മുന്നോട്ടേക്ക് പോകാൻ കരുത്ത് നൽകുന്ന വിപ്ലവ ആയുധമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. വളരെ ചുരുങ്ങിയ 10-23 പേജ് കൊണ്ട് പിന്നീട് നമ്മൾ പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ ഈ മുഖവരിയെല്ലാം കൂടി ചേർന്നപ്പോഴാണ് വലിയ പുസ്തകമാകുന്നത്. ആദ്യം പ്രസിദ്ധീകരിക്കുമ്പോൾ 23 പേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 23 പേജിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഏറ്റവും ശാസ്ത്രീയമായ, വിപ്ലവപരമായ, ലോകത്തെ മാറ്റാൻ, ലോകത്തെ പുതുക്കിപ്പണിയാൻ, സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രമായി രൂപപ്പെടുത്താൻ സാധിച്ച അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന കാര്യം ആമുഖമായിട്ട് പറയാനേ സാധിക്കുന്നുള്ളൂ. അത്രയും സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാനിവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന കാര്യം അവസാനിപ്പിക്കുകയാണ്. ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഈ ഭാഗം പൂർത്തിയാക്കാം. പക്ഷേ 19-ാം നൂറ്റാണ്ടിലെ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി തയ്യാറാക്കിയത്. അന്നത്തെ സാഹചര്യത്തിൽ മാർക്സും എംഗൽസും മുമ്പോട്ട് വെച്ച വിപ്ലവ സിദ്ധാന്തങ്ങൾക്ക് ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ, മുതലാളിത്തം തന്നെ നിയോ ലിബറൽ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ച സാഹചര്യത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? മാർക്സും ലെനിനിസം എന്ന് പറയുന്നത് മാർക്സും എംഗൽസും എഴുതിയിട്ടുള്ള കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാലക്രമം അനുസരിച്ച് പരിശോധിക്കേണ്ട ഒന്നല്ല. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, മാർക്സും എംഗൽസും അല്ലെങ്കിൽ ലെനിനും ഒക്കെ എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ്റെ പദാനുപദം ആ രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ധരിക്കുന്നത്. മാർക്സത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ ലോകമാർജിച്ച സർവതല സ്പർശിയായ മേഖലയിലെ എല്ലാ പുതിയ കണ്ടെത്തലുകളെയും, ശാസ്ത്രത്തെയും നിയമത്തെയും ചരിത്രത്തെയും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന, അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർക്സം. അല്ലാതെ മാർക്സ് അന്ന് 19-ാം നൂറ്റാണ്ടിൽ എഴുതിയിരിക്കുന്നു, അതിപ്പോഴെങ്ങനെയാണ് നമുക്ക് ബാധകമാവുക എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് ഇതുകൊണ്ടാണ്. എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാനുള്ളത്, ഈ നിമിഷം വരെ, ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെയുള്ള ലോകമാർജിച്ച മുഴുവൻ ശാസ്ത്ര മേഖലയിലെയും, ചരിത്ര മേഖലയിലെയും, നിയമമേഖലയിലെയും, എല്ലാ സർവതല സ്പർശിയായ മേഖലയിലുണ്ടായ എല്ലാ പുതിയ കണ്ടെത്തലുകളെയും ശാസ്ത്രീയമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായതുകൊണ്ടാണ് മാർക്സത്തിന് കാലഹരണ ദോഷമില്ല എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നും പ്രസക്തമാണ്. മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ആ സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് നീങ്ങിയല്ലാതെ വഴിയില്ല. മുതലാളിത്തം ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കും. അത് സാധിക്കുന്ന ഒരു ദർശനമാണ്, ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ മാർക്സ് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അത് എത്രയോ വലിയ രീതിയിൽ വികസിച്ചിട്ടുണ്ട്. ആ വികസനത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം എന്നാണ് സംബന്ധിച്ച് മറുപടി പറയാനുള്ളത്. അടുത്ത ചോദ്യം, മാർക്സും എംഗൽസും വിശദീകരിച്ച രീതിയിലുള്ള ഒരു തൊഴിലാളി വർഗം ഇന്ന് ലോകത്തുണ്ടോ? പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, യന്ത്രമനുഷ്യർ ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച പഴയ വിശദീകരണങ്ങൾ എത്രത്തോളം പ്രസക്തമാണ്? തൊഴിലാളി വർഗം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്
കേവലമായ ഫാക്ടറിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ മാത്രമാണ് എന്ന ധാരണയാണ് ധ്വനിപ്പിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട, ആധുനിക സമൂഹത്തിലെ അധ്വാനിക്കുന്ന വർഗം, അത് മാനസികമായും ശാരീരികമായും അധ്വാനിക്കുന്ന വർഗം മുഴുവൻ ഇതെല്ലാം ഉൾച്ചേർന്നതാണ്. ആ പോരാട്ടം ഇനിയും തുടർന്ന് മുമ്പോട്ടേക്ക് പോകും. യന്ത്രമനുഷ്യനുണ്ടായാലും അതുപോലെ തന്നെ മറ്റ് വിവിധ തലങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുണ്ടായാലും നമുക്ക് ഈ ജനതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പോരാട്ടങ്ങളിലെയും സമരങ്ങളിലൂടെയും നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഈ യന്ത്രമനുഷ്യനെ സംബന്ധിച്ചും അതുപോലുള്ള മറ്റ് കമ്പ്യൂട്ടറുകളെ സംബന്ധിച്ചെല്ലാം പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അവർ വാങ്ങി ഉപയോഗിക്കുന്ന സാധനം അത് മുതലാളിത്ത ചരക്കിൻ്റെ ഭാഗമായിട്ടാണ്, കമ്പോളത്തിൽ വരുന്നതാണ്. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇപ്പോൾ കോവിഡിൻ്റെ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മുടെ GDP, നമ്മുടേത് മാത്രമല്ല ലോകത്തിൻ്റെ GDP പൊതുവേ IMF തന്നെ പറയുന്നത് -3 -3 എത്തുമെന്നാണ്. ഇപ്പോൾ വളർച്ചാ നിരക്കില്ല എന്ന് മാത്രമല്ല പിന്നോട്ടേക്ക് പോവുകയാണ്. ഇവിടെ നമുക്കറിയാം 1929-30 ആ കാലഘട്ടം മുതൽ 45 വരെ മഹാമാന്യമായിരുന്നു. മാന്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? മനുഷ്യൻ്റെ വാങ്ങൽ കഴിവില്ലായ്മയാണ്. യന്ത്രമുണ്ട് എന്നുള്ളതുകൊണ്ട്, യന്ത്രമനുഷ്യനുണ്ട് എന്നുള്ളതുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചരക്കുകൾ കമ്പോളത്തിൽ വിൽക്കാൻ, അത് വാങ്ങാൻ ശേഷിയുള്ള മനുഷ്യ സമൂഹമില്ലെങ്കിൽ ഒരു മുതലാളിത്തത്തിലും നിലനിൽക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് വാങ്ങി കൂട്ടുക അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച് കൂട്ടിക്കൊണ്ട് മാത്രം കാര്യമില്ല, അത് വിറ്റഴിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ട് വരണം. ഇല്ലെങ്കിൽ വീണ്ടും ഒരു മഹാമാന്യത്തിലേക്കാണ് ലോകം മാറുക. ഗുരുതരമായ പ്രത്യാഘാതമാണ് അത് സൃഷ്ടിക്കുക. മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയുടെ മനുഷ്യത്വമില്ലാത്ത മുഖമാണ് നമ്മൾ ഇപ്പോഴും അമേരിക്കയിലും മുതലാളിത്ത സമൂഹത്തിലും കോവിഡ് പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട്, കോവിഡ്-19 ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യത്വ സമീപനവും അവർക്ക് സ്വീകരിക്കാനാവുന്നതല്ല. അപ്പോൾ ഒരു പുനർക്രമീകരണം ലോകത്തുണ്ടായേ പറ്റൂ. അതിന് മാർസമല്ലാതെ വേറൊരു വഴിയും നമ്മുടെ മുമ്പിലില്ല. അടുത്ത ചോദ്യം, മാർക്സും എംഗൽസും സാർവദേശീയ തലത്തിൽ തൊഴിലാളി വർഗത്തെ ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ ദിശയിലുള്ള അന്വേഷണങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രൂപപ്പെടുന്നത്. ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സാർവദേശീയ വിപ്ലവ സാധ്യതയെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? അത് ഇന്നത്തെ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നല്ല, മുതലാളിത്ത സമൂഹത്തിൻ്റെ ഒരു ഘട്ടമാണത്. മുതലാളിത്ത സാമൂഹ്യ വികാസ ഘട്ടം. ആ മുതലാളിത്ത വികാസ ഘട്ടത്തെ തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോയേ പറ്റൂ. അതിന് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള തൊഴിലാളി വർഗം തന്നെയാണ്. തൊഴിലാളി വർഗം എന്നുള്ളത് കൊണ്ട് ഒരു ദേശീയ രാഷ്ട്രത്തിലെ തൊഴിലാളി വർഗം, വിവിധ രാജ്യങ്ങളിലെ ദേശീയ ഘട്ടത്തിലുള്ള തൊഴിലാളി വർഗം, അവിടെയെല്ലാം പൊതുശത്രു മുതലാളി തന്നെയാണ്, സ്വകാര്യ സ്വത്തുടമ വർഗം തന്നെയാണ്, അതിനെതിരായിട്ട് പൊരുതുന്ന വർഗം തൊഴിലാളി വർഗം തന്നെയാണ്. അതാണ് ലോകത്തെമ്പാടുമുള്ള അധ്വാനിക്കുന്ന വർഗത്തെ കൂട്ടി യോജിപ്പിക്കുന്ന, കണ്ണി ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യപ്രസ്ഥാനം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്തെവിടെയായാലും, ഇനി തൊഴിലാളി വർഗം തന്നെ ലോകത്തെവിടെയായാലും അതത് രാജ്യത്തെ ഭരണവർഗവുമായിട്ട് ഏറ്റുമുട്ടി നിലവിലുള്ള ഭരണകൂട വ്യവസ്ഥയെ മാറ്റി മുന്നോട്ടേക്ക് പോകാനുള്ള സംഘടിതമായ ശ്രമം, വിപ്ലവപരമായ പോരാട്ടം നടത്തിക്കൊണ്ട് മാത്രമേ സാമൂഹിക വ്യവസ്ഥയിലെ ഇന്നത്തെ കാലഘട്ടത്തെ തരണം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ നടക്കും, ഈ കാലഘട്ടത്തിൽ ഉടനീളം നടക്കും. ആ പോരാട്ടത്തിന് ഇന്ന് പ്രസക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും പ്രസക്തിയുണ്ട്. ഇന്നലെ പ്രസക്തി ഉണ്ടായിരുന്നു, നാളെയും പ്രസക്തിയുണ്ട്. നിലവിൽ സാമൂഹ്യ വ്യവസ്ഥ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. മുതലാളിത്തം വലിയ രീതിയിലുള്ള മാന്ദ്യത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത് ഈ വിപ്ലവപരമായ ശക്തികളെ മുമ്പോട്ടേക്ക് നയിക്കാനുള്ള ശേഷിയില്ലായ്മയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. വിപ്ലവ കുഴപ്പമില്ല എന്നല്ല, വിപ്ലവ കുഴപ്പത്തിലാണ് ഇപ്പോൾ ലോകം മുഴുവൻ. പക്ഷേ ആ വിപ്ലവ കുഴപ്പത്തെ ഒരു വിപ്ലവ പരിതസ്ഥിതിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ നേതൃത്വപരമായ കഴിവുള്ള തൊഴിലാളി വർഗം ആ രീതിയിൽ ഉയർന്നു വന്നു കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ഉയർന്നു വരേണ്ടതുണ്ട്.
ഹ്രസ്വമായ ഒരു ഘട്ടത്തിൽ അത് വളർന്നു വന്നിരുന്നു. സോവിയറ്റ് റഷ്യ ഉൾപ്പെടെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ സോഷ്യലിസ്റ്റ് ശക്തികൾ അത് പിന്നോട്ടടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടി പരിഹരിച്ചുകൊണ്ട് ലോകത്ത് പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ തൊഴിലാളി വർഗത്തിനും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും സാധ്യതയുണ്ട്. അതുമാത്രമേ ശാസ്ത്രീയമായിട്ട് ശരിയായിട്ടുള്ളൂ എന്ന കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് സത്യമാണ്. മാനിഫെസ്റ്റോയുടെ 4 അധ്യായങ്ങളായിട്ട് വിശദീകരിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ ബൂർഷ്വാ പാർട്ടികളെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് സാഹചര്യത്തെ സംബന്ധിച്ച്, മറ്റു പാർട്ടികളോടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാടിനെ സംബന്ധിച്ചൊക്കെ എങ്ങനെയാണ് പ്രസക്തമാവുന്നത്? അല്ല, അടവുപരമായ നിലപാട് എല്ലാ കാലത്തും ഒരേപോലെയാണെന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ക്രിയാത്മകമായിട്ട് ഒരു കാര്യം പറഞ്ഞത്. ലോകത്തെവിടെയായാലും തൊഴിലാളി വർഗ പ്രസ്ഥാനം ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവം ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ ആരോടൊപ്പമാണ്, എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നമ്മുടെ അനുഭവത്തിൽ വെളിച്ചത്തിൽ അറിയാം. ഇനിയും നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടി വരും. എന്നാൽ ഓരോ രാജ്യത്തിൻ്റെയും പ്രത്യേകതക്കനുസരിച്ച് മാർക്സിസ്റ്റ് കാഴ്ചപ്പാട്, മൂർത്തമായ സാഹചര്യത്തെ മാർക്സം മൂർത്തമായിട്ട് പ്രയോഗിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അതിൽ ഐക്യമുന്നണി പ്രസ്ഥാനം ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ മുന്നേറ്റത്തിന് ആവശ്യമായ രീതിയിൽ എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാനാവുമോ അതങ്ങനെ ഉപയോഗിച്ച് മുമ്പോട്ടേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. തൊഴിലാളി വർഗത്തിന്റെ വർഗപരമായ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സ്വത്വരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ലോകത്ത് ഇന്ന് ശക്തമാണ്. അമേരിക്കയിൽ വരെ അവിടുത്തെ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കെതിരായിട്ട് തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ നല്ല പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ജോർജ് ഫ്ലോയിഡ് സംഭവത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മാർക്സ് മുന്നോട്ട് വെച്ച തൊഴിലാളി വർഗ കാഴ്ചപ്പാടും ഇത്തരം വംശീയ പ്രശ്നങ്ങളും ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുക. ജോർജ് ഫ്ലോയിഡിൻ്റെ എല്ലാം പ്രശ്നം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വംശീയമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ കോവിഡിൻ്റെ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്തിന് നല്ല സൗകര്യമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളതെന്നാണ് ഈ അക്രമ പ്രശ്നങ്ങൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ അത് ഈ കറുത്ത വർഗത്തിനെതിരായിട്ട് ഭരണവർഗം നടത്തുന്ന കടന്നാക്രമത്തെ സംബന്ധിച്ച് നമ്മൾ കാണണം, ഗൗരവപൂർവ്വം കാണണം. സ്വത്വരാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ സാമ്രാജ്യത്വ അനുബന്ധം തന്നെയാണ്, മുതലാളിത്ത അനുബന്ധം തന്നെയാണ്. അത് ജാതിയായാലും മതമായാലും ഭാഷയായാലും വംശമായാലും ലിംഗമായാലും ഇതൊക്കെയാണല്ലോ സ്വത്വം എന്ന് പറയുന്നതിൻ്റെ ഭാഗം. ഇവിടെ സ്വത്വബോധം ശരിയാണ്. ആ സ്വത്വബോധത്തിന് ഞങ്ങളാരും കമ്മ്യൂണിസ്റ്റുകാരൊന്നും ആരും എതിരല്ല. സ്വത്വം ഉള്ളതാണ് എന്നുള്ളതും സത്യമാണ്. എന്നാൽ സ്വത്വബോധത്തെ ഓരോരോ സ്വത്വമായി പ്രത്യേക അറകളാക്കി തിരിച്ച് അന്യരാണ് മറ്റതെല്ലാം ഒന്ന് കണക്ക് കൂട്ടി ഓരോ വിഭാഗവും മറ്റൊരു വിഭാഗവുമായിട്ട് യോജിക്കാതെ ഒറ്റപ്പെട്ട ഓരോന്നോരോന്നായിട്ട് വെള്ളം കടക്കാത്ത അറയാക്കി ഓരോ ജാതിയെ, ഓരോ മതത്തെ പ്രത്യേകമായിട്ട് സംഘടിപ്പിച്ച് അതിൻ്റെ രാഷ്ട്രീയം കളിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോഴാണ് സ്വത്വരാഷ്ട്രീയം ആവുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ സ്വത്വബോധത്തെ എതിർക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ സ്വത്വബോധത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വത്വരാഷ്ട്രീയത്തിൻ്റെ പേരുപയോഗപ്പെടുത്തി ഓരോരോ വിഭാഗത്തെയും അവരവരുടെ താല്പര്യത്തിനനുസരിച്ചല്ല, സാമ്രാജ്യത്വത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ, വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഭരണവർഗങ്ങൾ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ സാമ്രാജ്യത്വം ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സോവിയറ്റ് റഷ്യയുടെ തകർച്ചയോടുകൂടി 10-14 കഷണങ്ങളായി സങ്കുചിത ദേശീയവാദം ഉന്നയിച്ചുകൊണ്ട്, വംശീയവാദം ഉന്നയിച്ചുകൊണ്ട് സോവിയറ്റ് റഷ്യ തകർന്നു എന്ന് മാത്രമല്ല സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഛിന്ന ഭിന്നമാകുന്ന അവസ്ഥയുണ്ടായി. മുതലാളിത്തത്തിന് ചെന്ന് പെടാൻ സാധിക്കാതിരുന്ന കേന്ദ്രത്തിൽ ഈ സ്വത്വരാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തി വന്ന സ്വത്വരാഷ്ട്രം സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക കേന്ദ്രീകരണ പ്രദേശങ്ങളായിട്ട് മാറി. അത് സാമ്രാജ്യത്വത്തിന് അനുകൂലമാണ്. അപ്പോൾ സാമ്രാജ്യത്വ അനുകൂലമായ ഒരു നിലപാടാണ്, മുതലാളിത്ത അനുകൂലമായ ഒരു നിലപാടാണ് സ്വത്വരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് മുഴുവൻ കാണാൻ സാധിക്കുന്നത്. ആ സ്വത്വരാഷ്ട്രീയം ഫലപ്രദമായിട്ട് എതിർക്കേണ്ടതാണ്, ശക്തിയായിട്ട് ഇടപെടേണ്ടതാണ്. തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്വത്വത്തിൻ്റെയും പ്രശ്നങ്ങളുണ്ട്, അവരുടെ പിന്നോക്കാവസ്ഥയുടെ പ്രശ്നങ്ങൾ, അത് പരിഹരിക്കേണ്ടതാണ്, അതിലിടപെടേണ്ടതുമാണ്. അപ്പോൾ സ്വത്വബോധത്തെ വർഗബോധമാക്കി മാറ്റുക എന്നതിൻ്റെ അപ്പുറത്ത് സ്വത്വബോധത്തെ സ്വത്വരാഷ്ട്രീയമാക്കി മാറ്റാനാണ് ബൂർഷ്വാസി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഭരണവർഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ശരിയാണ്. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഒരു ചോദ്യം കൂടി, അവസാന ചോദ്യം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പ്രസിദ്ധീകരണം നടക്കുന്ന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി
ലോക തൊഴിലാളി വർഗത്തിന് പാരീസ് കമ്മ്യൂണിൻ്റെയും സോവിയറ്റ് യൂണിയൻ്റെയും ഒക്കെ അനുഭവങ്ങളുണ്ട്. തകർക്കപ്പെട്ടു പോയ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുണ്ട്. എന്നാൽ മാറിയ ലോക സാഹചര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ചൈന ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുമുണ്ട്. വിപ്ലവത്തെയും സോഷ്യലിസ്റ്റ് നിർമ്മാണങ്ങളെയും ഒക്കെ അനുഭവ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ ലോകത്ത് എവിടെയും സോഷ്യലിസ്റ്റ് രാജ്യം ഉണ്ടായിരുന്നില്ല. ഒരു സോഷ്യലിസ്റ്റ് രാജ്യവും ലോകത്തുണ്ടായിരുന്നില്ല. അന്ന് മുതലാളിത്ത ഭരണകൂടവും തൊഴിലാളി വർഗവും തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വൈരുദ്ധ്യം. ആ വൈരുദ്ധ്യം ഇപ്പോഴും തുടരുകയാണ്. ഈ വൈരുദ്ധ്യം തുടർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്കൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല. തൊഴിലാളി വർഗത്തിന് നിലവിലുള്ള വ്യവസ്ഥയെ മാറ്റി പുതിയ തലത്തിലേക്ക്, പുതിയ സാമൂഹിക വ്യവസ്ഥയിലേക്ക് ഉയരാതെ പറ്റില്ല. അത് ഇന്നാവോ നാളെയാവോ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. വളരെ ശക്തമത്തായ രീതിയിലുള്ള പോരാട്ടങ്ങളും സമരങ്ങളും രൂപപ്പെടണം. വലിയ രീതിയിലുള്ള പോരാട്ട സമരങ്ങളിലൂടെ തൊഴിലാളി വർഗ ഐക്യം, ജനകീയ ഐക്യം രൂപപ്പെടണം. ആ പോരാട്ടത്തിലൂടെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ജനകീയ ചൈനയും ക്യൂബയും വിയറ്റ്നാമും ഒക്കെ കോവിഡ്-19 പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു. കേരളവും അതുപോലെ തന്നെ. കേരളം സോഷ്യലിസ്റ്റ് രാജ്യമൊന്നുമല്ല, മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. ആ കേരളത്തിന് ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മറ്റിതര രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ കഴിഞ്ഞപ്പോൾ ലോകം ശ്രദ്ധിക്കുന്ന നേട്ടമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. ആ നേട്ടം നിലനിർത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം. അതിന് ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് കേരളത്തിൽ നടത്താനാവണം. ലോകത്തുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ നിലനിർത്തുകയും പുതിയ രാജ്യങ്ങളിലേക്ക് സാമൂഹ്യ പരിവർത്തനത്തിന് ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ലോകം നമുക്ക് നഷ്ടപ്പെടാനുള്ളത് കൈച്ചങ്ങലകളും കാൽച്ചങ്ങലകളും മാത്രമാണ്. നേടിയെടുക്കാനുള്ളത് ഈ ലോകം മുഴുവനുമാണ്. ഈ ലോകം മുഴുവൻ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങളും സമരങ്ങളും ശക്തമത്തായ രീതിയിൽ ലോകവ്യാപകമായിട്ട് ഉയർന്നു വരിക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ എന്ന വിശ്വാസമാണ് ശാസ്ത്രീയമായി കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉള്ളത്.